Hi, I am Rogis Jose, Managing Director of Alpha Academy. +1, +2 സയൻസ് സ്ട്രീം എടുത്ത് പഠിച്ച ഏതൊരു വിദ്യാർത്ഥിയുടെയും ഡ്രീമായ ബെസ്റ്റ് ക്യാമ്പസുകൾ MBBS, BDS, ഹോമിയോ, ISRO, ഇന്ത്യൻ റെയിൽവേ, നാഷണൽ ഡിഫൻസ് അക്കാഡമി, IITs, കുസാറ്റ്, ഐക്കർ ഇതേപോലുള്ള ബെസ്റ്റ് ക്യാമ്പസുകളൊക്കെ അച്ചീവ് ചെയ്യണമെങ്കിൽ ഏറ്റവും മികച്ച എൻട്രൻസ് എക്സാമിനേഷനിൽ നമുക്ക് വിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കേണ്ട സബ്ജക്ട്സ് ആണ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഓർ ബയോളജി. ഈ സബ്ജക്ട്സിൽ ഒരു എൻട്രൻസ് എക്സാമിനേഷന് അപ്പയർ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഏറ്റവും ടഫായി മാറുന്ന, ഡിഫിക്കൽട്ടായി മാറുന്ന, മാർക്ക് സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടായി മാറുന്ന സബ്ജക്റ്റാണ് ഫിസിക്സ്. ആ ഫിസിക്സിനെ ഈസി ആക്കാൻ 2 കാര്യങ്ങളാണ് മെയിൻലി ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. ഒന്ന്, അതിൻ്റെ തിയറി കൺസെപ്റ്റ് ഡെപ്ത് പഠിക്കുക. രണ്ടാമത്തത്, ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസുമായിട്ട് ഫെമിലിയർ ആകുക. ഈ രണ്ടാമത്തെ സെഷൻ ദറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എങ്ങനെ ക്വസ്റ്റ്യൻസിനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ ക്വസ്റ്റ്യൻസിനെ ടൈം ബൗണ്ടഡ് ആയിട്ട് ആൻസർ ചെയ്യണം, എങ്ങനെ ക്വസ്റ്റ്യൻസിനെ ഷോർട്ട് കട്ട് മെത്തേഡ്സിലൂടെ ആൻസറിലെത്തണം, ഇതിനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സുകൾ പഠിക്കണമെങ്കിൽ ഓബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ബെസ്റ്റായിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ ബെസ്റ്റ് കോച്ചിങ് ട്രെയിനിങ്ങിലൂടെ നമുക്ക് നേടിയെടുക്കേണ്ട എക്സ്പീരിയൻസ് ആണ്. അതിനു വേണ്ടിയിട്ട് ആൽഫ അക്കാഡമി ഒരു സീരീസ് ആയിട്ട് തന്നെ പല പാർട്ടുകളായി, പല വോളിയൂംസ് ആയിട്ട് ഓബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ഫിസിക്സിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെത്തേഡ്സ് പഠിപ്പിക്കുന്നു. അതിൻ്റെ ഒരു പാർട്ടാണ് ഇന്ന് നിങ്ങളിവിടെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. വളരെ ശ്രദ്ധിച്ച് ഓബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ട മെത്തേഡ്സുകൾ പഠിക്കുക, ക്വസ്റ്റ്യൻസിൽ ധാരാളം എക്സ്പീരിയൻസ് നേടിയെടുക്കുക, വിജയികളായി മാറുക. ഇന്ന് ഈ പാർട്ട് കാണുമ്പോൾ ഇതിൻ്റെ മുൻപുള്ള പാർട്ടുകൾ കാണാത്തവരാണെങ്കിൽ ആ പാർട്ടുകൾ കണ്ടതിന് ശേഷം മാത്രം ഇന്നത്തെ ഈ വീഡിയോ കാണുക. അങ്ങനെ ചെയ്താൽ മുന്നോട്ടുള്ള പാർട്ടുകളും നിങ്ങൾ കാണുമ്പോൾ ഓബ്ജക്റ്റീവിൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യേണ്ട ടിപ്സ് ആൻഡ് ട്രിക്സുകൾ പഠിച്ച് ആൽഫയുടെ ക്യാമ്പസിൽ ക്ലാസ് റൂമിൽ കൊടുക്കുന്ന കുട്ടികളെ ഏറ്റവും നല്ല വിജയികളായി, ആവറേജ് സ്റ്റുഡൻസിനെ പോലും മികച്ച വിജയികളാക്കി മാറ്റുന്ന ടിപ്സ് ആൻഡ് ട്രിക്സുകൾ പഠിച്ച് നിങ്ങൾക്കും ഏറ്റവും നല്ലൊരു വിജയം നേടാൻ പറ്റുന്ന വിദ്യാർത്ഥികളായി മാറും. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. മുന്നോട്ടുള്ള വോളിയൂംസും നിങ്ങളിലേക്ക് എത്താനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്കും പ്രയോജനപ്രദമാകാൻ വേണ്ടിയിട്ട് നിങ്ങളത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും വിജയം നേടാൻ സാധിക്കുന്ന വിദ്യാർത്ഥികളായി മാറട്ടെ. എന്നും നിങ്ങളുടെ വിജയത്തിന് നിങ്ങളോടൊപ്പം ആൽഫ അക്കാഡമി. ബെസ്റ്റ് വിഷസ്. Then what about the next question? The reading of a spring balance when a block is suspended from it in air is 60 Newton. This reading is changed to 40 Newton when the block is submerged in water. The specific gravity of block is. അപ്പോൾ ഇവിടെ ആദ്യത്തെ കേസിൽ the reading of a spring balance when the block is in air 60. ഇതിനെ കൊണ്ടുവന്ന് വെള്ളത്തിൽ വെച്ചാൽ submerged in water, വെള്ളത്തിലേക്ക് വെച്ചിട്ട് ആ ബ്ലോക്ക് വെള്ളത്തിൽ ഇറക്കി കഴിയുമ്പോൾ അവിടെ ഹാങ് ചെയ്യുന്നത് 40 ന്യൂട്ടൺ ആണെങ്കിൽ വാട്ട് ഈസ് ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ ബ്ലോക്ക്? ഇത് നമ്മൾ ഫ്ലൂയിഡ് ഡൈനാമിക്സിനകത്ത് പഠിക്കുന്നതാണ്. അത് ഡയറക്റ്റ് ഇക്വേഷനാണ്. ഒപ്പം നിങ്ങൾ പ്രാക്ടിക്കൽസോ അല്ലെങ്കിൽ വൈവയോ ഒക്കെ ചെയ്യുന്ന സാധനമാണിത്. അത് പലതരത്തിൽ നമുക്കിത് സോൾവ് ചെയ്യാം. ആ സോൾവ് ചെയ്യുന്നതിന് ഒന്ന്, നമുക്ക് ന്യൂട്ടൺസിൻ്റെ ഫോഴ്സ് വെക്റ്റർ ഫോം, ഫോഴ്സ് അറ്റ് എ പോയിന്റ് എന്നുള്ള കണ്ടീഷനിൽ ഇത് സോൾവ് ചെയ്യാം. അതല്ല എങ്കിൽ ഡയറക്റ്റ് ഫ്ലൂയിഡ് ഡൈനാമിക്സ് അപ്ലൈ ചെയ്തും വി ക്യാൻ റിസോൾവ് ഇറ്റ്. സീ ഹിയർ the specific gravity is W1 divided by W1 minus W2 എന്ന് പറഞ്ഞ അർത്ഥം weight in air divided by change of weight, weight in air minus weight in the liquid. ഇത് ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ആൻസർ കിട്ടും. Question number 32. A beaker is completely filled with water at 4 degrees centigrade. Water at 4 degrees centigrade is anomalous expansion and it will overflow. എന്തായിരിക്കാം? 4 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഇരിക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ ദ മാക്സിമം കംപ്രസ്ഡ് ഫോം ഓഫ് നോർമൽ വാട്ടർ ഈസ് പോസിബിൾ അറ്റ് 4 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഈസ് നോൺ ആസ് അനോമുലസ് എക്സ്പാൻഷൻ. പഠിച്ചതാണല്ലോ. പിന്നെ പറയുന്നത് അത് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 4 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഒരു ബീക്കർ ഫീൽഡാണ്. ഇത് ഓവർഫ്ലോ ചെയ്യണമെങ്കിൽ ചൂടാക്കിയാൽ മതിയോ, തണുപ്പിച്ചാൽ മതിയോ? ഈ 2 പ്രോസസ്സിലും അവൻ എക്സ്പാൻഡ് ചെയ്യും. ബിക്കോസ് ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ സി, കൂൾഡ് ഓർ ഹീറ്റ്. തണുപ്പിക്കുകയോ ചൂടാക്കുകയോ ചെയ്യുക. അതാണ് 4 ഡിഗ്രി സെൻറ്റിഗ്രേഡിൻ്റെ ഇമ്പോർട്ടൻസ്. Question number 33. A circular disc of radius r
is removed from a bigger circular disk of radius 2r such that the circumference of the disk coincides. The center of mass of the new disk is alpha r from the center of the bigger disk. The value of alpha is, നോക്ക് ഇതിന് ഫിഗർ വേണം, അതുകൊണ്ടാണ് ഞാനിത് എടുക്കുന്നത്. ഈ കട്ടിങ് ഉണ്ടല്ലോ, സർക്കംഫറൻസ് കോയിൻസൈഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും ബൗണ്ടറി ഐഡൻറ്റിക്കൽ ആയിരിക്കണം എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ നോക്കാം, 2r ആണ് റേഡിയസ് ഉള്ള വലിയ ഡിസ്കിൽ നിന്ന് r റേഡിയസ് ഉള്ള ഒരു ഡിസ്ക് മുറിക്കുക എന്ന് പറഞ്ഞാൽ ഈ മുറിച്ചു മാറ്റിയ ഡിസ്കിൻ്റെ രണ്ട് ഓപ്പോസിറ്റ് പോയിന്റുകളിൽ ഒന്ന് സെൻറ്റർ ഓഫ് ദ ബിഗർ വണ്ണിലും മറ്റേത് സർക്കംഫറൻസിലുമായിരിക്കും. കാരണം ഡയമീറ്റർ അപ്പോൾ 2r ആയില്ലേ. അങ്ങനെ ഇത് മുറിച്ചു മാറ്റിയാൽ വാട്ട് ഹാപ്പൻസ്? ഇനീഷ്യലി ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഈ പോയിന്റാണ്, ഈ പോയിന്റാണ്. അവിടെ നിന്ന് നോക്കിയേ, ഇത് മാത്രമായിട്ട് ഇമാജിൻ ചെയ്താൽ അതിൻ്റെ സെൻറ്റർ ഓയാണ്. അപ്പോൾ നോക്കുക, ഓട ഇതായിരുന്നു ഇനീഷ്യൽ സെൻറ്റർ ഓഫ് മാസ്. ആ സെൻറ്റർ ഓഫ് മാസ് ഇതായിട്ട് മാറി. ഇത് മാറിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് റിമൈൻ ചെയ്യുന്നതിൻ്റെ ഹെവിയർ പാർട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അത് എക്സ് ഡിസ്റ്റൻസ് മാറിയതായിട്ട് ഇമാജിൻ ചെയ്യുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ നോക്കുക, ഒറിജിനൽ സെൻറ്റർ ഓഫ് മാസിൽ നിന്ന് റിമൂവ്ഡ് പോർഷൻ്റെ സെൻറ്റർ ഓഫ് മാസ് r ഡിസ്റ്റൻസ് ആണെങ്കിൽ റിമൈനിങ് പാർട്ടിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എക്സ് ഡിസ്റ്റൻസ് ഷിഫ്റ്റ് ചെയ്യും. ദെൻ അവർ ചോദിച്ചിരിക്കുന്നത് എക്സ് എന്ന് പറയുന്നത് ആൽഫ r ആണെങ്കിൽ ആൽഫ എത്രയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ ഇതിന് ഐഡൻറ്റിക്കൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ മാത്രം സെൻറ്റർ ഓഫ് മാസിൽ മാത്രമല്ല, നിങ്ങൾ ഗ്രാവിറ്റേഷനിലും ഇത് റിപ്പീറ്റ് ചെയ്യാറുണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക്സിലും ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യാറുണ്ട്. സി എനിവേ, ലുക്ക് അറ്റ് ദെയർ. സി ഹിയർ ആൻസർ തന്നിരിക്കുന്നത് നോക്കൂ, എം ഡാഷ് പ്ലസ് എം ചേരുന്നതാണല്ലോ ടോട്ടൽ മാസ്. അത് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇത് ചോദിച്ചിട്ടുള്ള ഒരു പാർട്ട് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്ന് മെമ്മറിയിൽ കിടക്കണം. അതിൽ നിന്ന് നിങ്ങൾ എം ഡാഷ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ ഇനി നമുക്ക് ഡയറക്റ്റ് തിയറിയിലേക്ക് പോയാൽ മതി. എന്താണ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്? ഇതാണ്. ഇതൊരു ഹെവി ബോഡി ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇതാണ് ബിഗർ ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസ് എങ്കിൽ ഞാൻ പറയുന്നത് റിമൂവ് ചെയ്തത് ഇത്, റിമൈൻ ചെയ്യുന്നത് ഇത്. ഇത് എക്സ് ഡിസ്റ്റൻസും ഇത് r ഡിസ്റ്റൻസുമാണ് എങ്കിൽ നമ്മളുടെ തിയറി അനുസരിച്ച് ഇത് ക്യാപിറ്റൽ എം, ഇത് എം ഡാഷ്, ഇത് സ്മോൾ എം ആണെങ്കിൽ ദ ഇക്വേഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് പറട്ടെ M1r1 that is m dash x is equal to m2r2. പഠിച്ചതല്ലേ? അങ്ങനെയാണെങ്കിൽ എക്സ് ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ യു ക്യാൻ റൈറ്റ് എക്സ് ഈസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ മാസ് ഡിവൈഡഡ് ബൈ റിമൈനിങ് മാസ് ഇൻറ്റു ആർ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആൽഫ ഈസ് ഈക്വൽ ടു റിമൂവ്ഡ് മാസ് ഡിവൈഡഡ് ബൈ റിമൈനിങ് മാസ്. എന്ത് എളുപ്പമെന്ന് നോക്കി. ഞാൻ ആ സൊല്യൂഷൻ എഴുതിയിട്ടേക്കുന്നത് എൻ്റെ നമ്മുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ആ ഒറിജിനൽ കൺവെൻഷണൽ ഫോമിലാണ്. ഇതെല്ലാം കളഞ്ഞിട്ട് ഞാൻ ഡയറക്റ്റ് ഒരു ചെയ്തത് രണ്ട് സ്റ്റെപ്പിൽ ആൻസറിലേക്ക് പോകുന്ന മെത്തേഡ്. ക്ലിയർ ആയോ? എന്ന് വെച്ചാൽ ആദ്യം ഒരു ബോഡി എടുത്തു, ആ ബോഡിയെ രണ്ട് പീസായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്തു. അതിലൊരു പീസ് റിമൂവ്ഡ് പോർഷനും ഒരു പീസ് റിമൈനിങ് പോർഷനുമായിട്ട് കൺസിഡർ ചെയ്താൽ ടോട്ടൽ മാസ് എം ആണ്. ആ മാസിനെ സ്മോൾ എം ആയിട്ടും എം ഡാഷ് ആയിട്ടും ഡിവൈഡ് ചെയ്താൽ എം ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ, എം ഡാഷ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് എങ്കിൽ അക്കോർഡിംഗ് ടു ദ ഇക്വിലിബ്രിയം, സ്റ്റേജ് ഓഫ് ഇക്വിലിബ്രിയം, M1r1 ഈസ് ഈക്വൽ ടു M2r2. ആ തിയറി അനുസരിച്ച് എം ഡാഷ് എക്സ് ഈസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ എം ഇൻറ്റു ആർ. ദ ക്വസ്റ്റ്യൻ ഡിമാൻഡ്സ് ദ വാല്യൂ ഓഫ് എക്സ് ഓൺലി. ദെൻ എക്സ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ഇൻ ടേംസ് ഓഫ് ആർ. അവർ ചോദിച്ചിരിക്കുന്നത് എക്സ് എന്ന് പറയുന്നത് ആൽഫ ആർ ആണെങ്കിൽ ആൽഫ എന്ത്? റേഷ്യോ ഓഫ് റിമൂവ്ഡ് മാസ് ടു റിമൈനിങ് മാസ്. ഈ റിമൂവ്ഡ് മാസും റിമൈനിങ് മാസുമാണ് ദാ സൊല്യൂഷനകത്ത് കിടക്കുന്നത്. റിമൂവ്ഡ് മാസ് എവിടെ? സിഗ്മ പൈ ആർ സ്ക്വയർ. റിമൈനിങ് മാസ് 3 പൈ ആർ സ്ക്വയർ സിഗ്മ. ഇതിനകത്ത് ബാലൻസ് എന്ത് വരും? 1/3 കിട്ടില്ലേ? 1/3 ടൈംസ് ഓഫ് ആർ എന്ന് കിട്ടില്ലേ? അപ്പോൾ ആൽഫ എന്താണ്? 1/3. തീർന്നു, ആൻസർ തീർന്നു. എന്ത് ഈസി ആയിട്ട് ചെയ്തു? ഇത്രയും സ്റ്റെപ്പിൻ്റെ ആവശ്യമുണ്ടോ? വേണ്ട. അപ്പോൾ ഇത് നമ്മുടെ കൺവെൻഷണൽ ഫോം.
ഞാനിപ്പോൾ കാണിച്ചത് അതിൻ്റെ ഒരു ഷോർട്ട് കട്ട് ഐഡിയ. Then, what about the next question? Question number 34. A wooden block of mass m tied to a string is attached to the bottom of a vessel containing water, and the block is completely immersed. Then the tension in the string, if the upward thrust is twice the weight of the block. Question മനസ്സിലായോ? ഒരു ബീക്കറിൽ വെള്ളം എടുത്തിട്ട് ഒരു സ്ട്രിങ്ങിൻ്റെ അറ്റത്ത് ഒരു മാസ് ടൈറ്റ് ചെയ്ത് വെള്ളത്തിൽ ഇമേഴ്സ് ചെയ്യുക. ക്വസ്റ്റ്യൻ പറയുന്നത് കംപ്ലീറ്റ്ലി ഇമേഴ്സ്ഡ് എങ്കിൽ ദ ടെൻഷൻ ഇൻ ദ സ്ട്രിങ്, അപ്പം എയറിൽ നിന്ന് കൊണ്ടുവന്ന് വെള്ളത്തിലേക്ക് ഇറക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. താഴോട്ട് എയറിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇതിങ്ങനെ വലിഞ്ഞു നിൽക്കും. വെള്ളത്തിലോട്ട് ഇറക്കുമ്പോൾ ഈ സ്ട്രിങ്ങിൻ്റെ ടെൻഷൻ അല്പം ഒന്ന് കുറയും, ഒന്ന് ലൂസാവും. കാരണം പതുക്കെ താഴോട്ട് പോകത്തുള്ളൂ. വൈ? ഡ്യൂ ടു ദ അപ് ത്രസ്റ്റ് ഫ്രം ദ ബോട്ടം. അപ്പോൾ താഴെ നിന്നുള്ള ആ അപ് ത്രസ്റ്റ് ഈസ് ട്വൈസ് ദ വെയിറ്റ് ഓഫ് ദ ബ്ലോക്ക്. ബ്ലോക്കിൻ്റെ വെയിറ്റിൻ്റെ ഡബിളാണ് എങ്കിൽ, അപ്പോൾ തന്നിരിക്കുന്നത് വെറും വെള്ളമല്ല, വാട്ടർ എന്ന് പറഞ്ഞെങ്കിലും കുറച്ച് ഡെൻസറാണ്. വാട്ടറിൻ്റെ ഡെൻസിറ്റി മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളവിടെ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ വല്ല ഉണങ്ങിയ തടിക്കഷ്ണമോ വല്ലതും ആണെന്ന് എടുക്കാം. അപ്പോൾ അത്രയ്ക്ക് നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് എടുക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും കിട്ടുക? അപ് ത്രസ്റ്റ് 2 mg ആണെങ്കിൽ ഈ മേളിലോട്ടുള്ള തള്ളൽ ഈസ് ഈക്വൽ ടു mg പ്ലസ് ഇതിൻ്റെ ടെൻഷൻ. ഇത് രണ്ടിനും ഓപ്പോസിറ്റാണിത്. ദെയർഫോർ വാട്ട് അബൌട്ട് ദ വാല്യൂ ഓഫ് ടി? ടി ഈസ് ഈക്വൽ ടു mg. എന്ത് സിമ്പിളാണ് നോക്കിയേ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ വളരെ ഈസിയാണ് അതിൻ്റെ സൊല്യൂഷൻ പാർട്ട്. Question number 35. A piece of wood is floating in water. When the temperature of water rises, the apparent weight of the wood will be. പറഞ്ഞേ, a piece of wood is floating in water. When the temperature of water rises, then the apparent weight of the wood will be. See, ആ ഒരു ഏരിയ പഠിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകമായി പറയേണ്ട സബ്സിഡറി ആയിട്ട് വരുന്ന പാർട്ടുകളാണിത്. തണുത്ത വെള്ളത്തിൽ ഒരു സാധനം കിടക്കുന്നു, അത് കഴിഞ്ഞ് വെള്ളം ഒന്ന് ചൂടാക്കി അതിനകത്ത് സെയിം മെറ്റീരിയൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പേരൻ്റ് വെയിറ്റ് ഓഫ് ആ കിടക്കുന്ന മെറ്റീരിയലിന് എന്തെങ്കിലും സംഭവിക്കുമോ? അപ്പോൾ തണുത്ത വെള്ളം ചൂടാക്കിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ഡി എന്നേ എഴുതിയിട്ടുള്ളൂ. എന്തായിരുന്നു ഡി? റൈസസ് എന്നാണോ അതോ ലൂസസ് എന്നാണോ ഇൻക്രീസസ് എന്നോ ഡിക്രീസസ് എന്നോ എന്തെങ്കിലും സംഭവിക്കുന്നതാണോ? അല്ല, ഒന്നും സംഭവിക്കില്ല. ഒന്നും സംഭവിക്കില്ല എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കാരണം പറയണം. വൈ ഇറ്റ് ഈസ്, അതാണല്ലോ എനിക്കറിയേണ്ടത്. വൈ ഇറ്റ് ഈസ്. ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും വ്യത്യാസമില്ലേ? അതിനാണ് അറിയേണ്ടത്. എന്തുകൊണ്ടാണ് ഫ്ലോട്ട് ചെയ്യുന്നത്? ദ ഫ്ലോട്ടിംഗ് ഈസ് അബ്സല്യൂട്ട്ലി ഡിസ്കസ്ഡ് ഇൻ ഹൈഡ്രോഡൈനാമിക്സ്. വി ക്യാൻ അപ്ലൈ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ഓൾസോ ദെയർ. അപ്പോൾ ഒരു ബോഡി ഒരു ഫ്ലൂയിഡിൽ ഇമേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡിയുടെ വെയിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും അവിടെ അപ് ത്രസ്റ്റ് ആ ബോഡിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. വെള്ളം ചൂടാക്കിയാലും തണുത്താലും the weight of that particular body, one which is immersed in the fluid, is independent ആണ്. അതുകൊണ്ട് തന്നെ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ബോഡിയുടെ എന്താ ചോദ്യം? അപ്പേരൻ്റ് വെയിറ്റിലും ചേഞ്ച് ഉണ്ടാവില്ല. പറഞ്ഞപ്പോൾ കിട്ടിയോ? അപ്പോൾ ഹിയർ there is no change will happens across the apparent weight. അപ്പേരൻ്റ് വെയിറ്റിൽ ചേഞ്ച് ഉണ്ടാകില്ല. കാരണം the apparent weight is only depends upon ഏതൊക്കെ? മെക്കാനിക്കൽ ഫാക്ടേഴ്സ്. ഈസ് ഇൻഡിപെൻഡൻ്റ് ഓൺ ദ ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിൽ ഇൻഡിപെൻഡൻ്റ് ആണ്. അത് നമ്മൾ സ്കിപ്പ് ചെയ്തു പോകുന്നൊരു പോയിൻ്റാണ്, പക്ഷേ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്.